കണ്ണ് തോർന്ന് വായിച്ചു തീർക്കാൻ പറ്റും. ഒരമ്മ തൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ചില പരിമിതികളുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം ഏറ്റവും ഹൃദയാഘാതം ഉണ്ടാക്കാവുന്ന ഒരു നിമിഷമാണ്. അവൻ ചിരിക്കുന്നില്ല എന്ന് കാണുന്നത്, അല്ലെങ്കിൽ അവന് കേൾക്കാൻ, അല്ലെങ്കിൽ അവനോ അവൾക്കോ കേൾക്കാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മറ്റു ചില അസാധാരണമായ പെരുമാറ്റങ്ങളൊക്കെ കുഞ്ഞുങ്ങളിൽ കാണുന്ന സന്ദർഭം ഒരമ്മ ഹൃദയാഘാതം വന്ന് വീഴാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ്. അതായത് രണ്ട് കൈയും രണ്ട് കാലും ബന്ധിച്ച് ഒരാളിനെ ഇളകിമറിയുന്ന സമുദ്രത്തിലേക്ക് എറിയുന്ന ഒരവസ്ഥ. അവിടെ നിന്ന് എങ്ങനെ അവൾ കരപറ്റും ഒരമ്മ? പക്ഷേ ആ ബന്ധനത്തിനിടയിലും ജീവിതത്തെ തിരികെ പിടിക്കുവാനും തന്റെ പൊന്നോമനയെ ഈ സമൂഹത്തിന്റെ ഭാഗമായി വളർത്തുവാനും തന്റെ ഹൃദയത്തിന്റെ ഭാഗമായി ചേർത്ത് നിർത്തിക്കൊണ്ട് അവൾ നടത്തുന്ന ഒരു വലിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന്റെ ഡയറിക്കുറിപ്പ് പോലെ വേണം ഇതിനെ വായിക്കാൻ. വിപരീതങ്ങളുടെ വിസ്മയം എന്ന ശീർഷകം ഇത്ര മനോഹരമായി ചേരുന്ന മറ്റൊരു കൃതിയും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഒരു വാക്കിനെ തിരിച്ചിട്ട് നമ്മൾ അർത്ഥം മാറ്റുന്നത് പോലെ രണ്ട് വാക്കുകളെ ചേർത്ത് വെച്ച് വലിയൊരു ലോകത്തെ അതിലൂടെ സൃഷ്ടിക്കുകയാണ്. ഷാജിയും ഇസ്മയിൽക്കയും വളരെ വിശദമായി മകനെ കുറിച്ച് പറഞ്ഞു. അവൻ മെഹദി ഹസന്റെ ഗസൽ പാടുന്ന ദൃശ്യം ഞാൻ കുറച്ചു മുമ്പ് കണ്ടു. അസാധാരണമായ പ്രത്യേകതയുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ട് നമ്മളുടെ ലോകം വിലയിരുത്തുന്നത്. ഇപ്പൊ ഷാർജക്കാർക്ക് പ്രത്യേകിച്ച് പറയണ്ട, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിൽ ഒരു സ്കൂൾ തന്നെ അതിനുവേണ്ടി അവർ നടത്തുന്നുണ്ട്. ആ പരിമിതിയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുന്നു. ലോകത്താകമാനമുള്ള ജനസംഖ്യയിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 7% കുടുംബങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ ബാധിതരാണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. പലരും അത് കണ്ടെത്തുന്നത് സ്വഭാവ വൈകല്യമൊക്കെ ആയിട്ടാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ വളർത്തുദോഷം എന്നൊക്കെ പറഞ്ഞ് ആ കുറ്റം മുഴുവൻ വരുന്നത് അച്ഛന്റെ അല്ല, അമ്മയുടെ തലയിലാണ്. അപ്പൊ അത്തരത്തിൽ വളരെ വെല്ലുവിളികളുള്ള ഒരു ജീവിതത്തെ തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സ്വയം സമർപ്പിച്ച് നിരന്തരമായി സാമൂഹ്യ സാഹചര്യങ്ങളോടും ചുറ്റുപാടുകളോടും കലഹിച്ച് പ്രതിരോധം തീർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു അമ്മയെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിൽ കാണാം. അത് ഷബീദ എന്ന ഈ എഴുത്തുകാരിയാണ്. അവരുടെ ജീവിതാനുഭവമാണ്. അത് വേണമെങ്കിൽ കുറച്ച് കാവ്യാത്മകത ചേർത്തിട്ട് കരയിച്ച് പറയാം, പക്ഷേ നമ്മൾ അറിയാതെ ആ ജീവിതത്തെ വായിച്ച് കണ്ണു നിറഞ്ഞു പോകും എന്നുള്ളതാണ്. ഇത്തരം ഒരു പുസ്തക പ്രകാശനം ഇവിടെ നടന്ന മറ്റെല്ലാ പുസ്തക പ്രകാശനത്തിന്റെയും അർത്ഥത്തെ ഒരു വാക്കുകൊണ്ട് ഇതാ തിരിച്ചിട്ടിരിക്കുന്നു. ഇവിടെ നടന്ന ഏറ്റവും മഹത്തരമായ പുസ്തക പ്രകാശനം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് അർത്ഥം കൊണ്ടാണ്, ആൾക്കൂട്ടം കൊണ്ടോ സംഭാഷണം കൊണ്ടോ അല്ല. ഒരു ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു അമ്മ തന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന നിരന്തരമായ പോരാട്ടം, പരീക്ഷണം, ആ പരീക്ഷണങ്ങൾ ഓരോന്നും വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള അധ്വാനം, നിരന്തരമായ പരിശ്രമം, അതിലൂടെ അവർ നേടിയെടുക്കുന്ന വിജയം, ഇത് ഒരു മാതൃകയാണ്. എല്ലാ അമ്മമാർക്കും, എല്ലാ അച്ഛന്മാർക്കും, എല്ലാ കുടുംബങ്ങൾക്കും സ്വന്തം കുഞ്ഞുങ്ങളോടുള്ള ബാധ്യത ഇങ്ങനെ നിറവേറ്റിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ ആകെ സ്വത്തായി അവരെ മാറ്റുവാൻ, വളർത്തിയെടുക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പുസ്തകത്തിന് കൂടുതൽ ആൾക്കാരുടെ വായനയിലേക്ക് വാതിലുകൾ തുറന്നിടുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. തീർച്ചയായും നിങ്ങളൊക്കെ ഈ പുസ്തകം വാങ്ങുകയോ അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും വാങ്ങി വായിക്കുകയോ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഷബീദയ്ക്ക് എല്ലാവിധ സ്നേഹാശംസകളും നേരുന്നു. നമുക്ക് സമയം വളരെ പരിമിതമാണ്. കസിനും പിന്നെ സഹപാഠിയുമായ ഷെരീഫ് കുന്നത് കണ്ണു നിറക്കാതെ നമുക്കത് വായിച്ചു കഴിയാൻ കഴിയില്ല എന്നുള്ള സത്യം. തന്റെ ഉദരത്തിൽ പിറക്കുന്ന കുഞ്ഞാണോ പെണ്ണാണോ എന്ന് സാധുതം വീക്ഷിച്ചു നിൽക്കുമ്പോൾ ആ പിറവിയോടുകൂടി ആ കുട്ടി തീർത്തും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ അമ്മ മറ്റൊരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 4 ചുവരുകൾക്കുള്ളിൽ ചിലപ്പോഴാണ് കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. നമുക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങളാണ് ഈ ബുക്കിൽ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുസ്തകം ഇത്തരം കുടുംബങ്ങളിൽ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്താൽ തന്നെ നാം കൃതാർത്ഥരാകും എന്നുള്ളതാണ്. കാരണം അത്തരം കുട്ടികളെ എങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന് വളരെ വ്യക്തമായി പാരന്റിംഗ് പോലെ തന്നെ ആ ബുക്കിൽ വരച്ചു കാട്ടിയിട്ടുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് എല്ലാ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വീട്ടിൽ വെക്കുന്ന നിലയ്ക്കെങ്കിലും എത്തിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഭാവിയിൽ എല്ലാ ആശംസകളും വിജയാശംസകളും നന്ദി. നമുക്ക് സമയം കഴിഞ്ഞെന്ന് അമീർക്ക വരലുണ്ട്. അപ്പൊ നമുക്ക് ഇനി 2 പേര് സംസാരിക്കാനുണ്ട്. നമുക്ക് ഷബീദയെ കേൾക്കാം.
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുസ്തകയാത്രയിൽ എന്നോടൊപ്പം ചേർന്ന് നിന്ന് എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും, അതോടൊപ്പം ഈ സന്തോഷം എനിക്ക് ഉണ്ടാക്കാനിടയാക്കിയ എല്ലാ ഹൃദയത്തെയും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു. ലവ് യു ഓൾ. കൂടുതൽ സമയം എടുക്കണില്ല. ഞാൻ കുറച്ചും കൂടി പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ഇത്തരം ഒരു അനുഭവത്തിൻ്റെ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു അവബോധത്തിൽ നിന്നാണ് ആഗ്ര ഫൗണ്ടേഷന്റെ പിറവി. അവിടെ നമ്മളെ ഇത്തരം കുട്ടികളുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം നന്നായി അവിടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസമാണ് നമ്മൾ അവിടെ, ട്രെയിനിങ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എല്ലാവരോടും സ്നേഹവും സന്തോഷവും. എല്ലാവർക്കും നന്ദി.